ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പക്ഷെ അതിന്റെ കൂടെ മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി അതിന്റെ കൂടെ വെച്ചു. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനാണ് ആ കമ്മിറ്റിയോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെ വളരെ സത്യസന്ധമായി അവരുടെ ഇരകളുടെ ആ സ്വകാര്യത പുറത്തു വരാതെ, അത് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ സത്യസന്ധമായ അന്വേഷണം നടത്തി തെറ്റുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അതിനുള്ള സത്യസന്ധമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല, അവർ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 7.5 വർഷമായിട്ടും ഇത് നീണ്ടു പോവുകയാണ്. അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം. അപ്പൊ നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്, ഇങ്ങനെ നീണ്ടുപോകുന്നത്? ഒരു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ 7.5 കൊല്ലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ കുറിച്ചുള്ള വിശ്വാസത്തിന് ഭംഗം വരും. അതാണ്, ജുഡീഷ്യറിയെ കുറിച്ചൊരു വിശ്വാസമുണ്ട്. ലാസ്റ്റ് റിസോർട്ടാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള അവസാന പ്രതീക്ഷയാണ് കോടതികൾ. ആ കോടതിയിൽ നിരന്തരമായി ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് അവർ തന്നെ പറയാറുണ്ട്. സാധാരണ ജഡ്ജ്മെന്റിൽ തന്നെ പറയാറുണ്ട്, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ്. ഇല്ലേ? നീണ്ടുപോകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസ് മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന പല കേസുകളുടെയും ആ ജുഡീഷ്യൽ പ്രോസസ്സിങ്ങിന് നീണ്ടുപോകുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് വിലയിരുത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന. അത് ഉത്തരവ് ഇടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടിട്ടുള്ളത്. അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്താൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വ്യക്തിപരമായി കണ്ടതാണ്. വ്യക്തിപരമായ എന്താ? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? അവർ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനായിട്ട് 1 മണിക്കൂർ പോയി സംസാരിച്ചത്? 10 ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനെയും കണ്ടു തിരുവനന്തപുരത്ത്. RSS നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത്? അതല്ലേ ചോദ്യം. അപ്പൊ അവരെ രക്ഷിക്കാം. അങ്ങനെ അയച്ച ആളുകളെ സംരക്ഷിക്കണം. ജാവദേക്കറെ കണ്ടതിന്റെ പേരിലാണ് EP ജയരാജനെതിരെ നടപടിയെടുത്തെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടതിനെ തള്ളി പറഞ്ഞില്ല. അതിന് പകരം അദ്ദേഹം പറഞ്ഞെന്താ, ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറെ കാണുന്നത് 5-6 പ്രാവശ്യം? എന്തിനാ കാണുന്നത്? അതൊരു ചോദ്യമല്ലേ? കേന്ദ്രമന്ത്രിയല്ല അദ്ദേഹം. കേന്ദ്രമന്ത്രിയാണെങ്കിൽ കാണാം. അതേ കേന്ദ്രമന്ത്രിയല്ല. കേരളത്തിലെ BJPയുടെ സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം CPMന്റെ എന്തിനാണ് 5-6 പ്രാവശ്യം കാണുന്നത്? എന്നിട്ട് EP ജയരാജനെതിരെ മാത്രം നടപടിയെടുക്കുക. ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കപ്പെടുകയാണ്. BJP CPMവുമായിട്ടുള്ള ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കി അവിടെ ഒരു വികാരമുണ്ടാക്കി അവിടെ BJPയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത്. LDF കൺവീനർ ഇതുമായിട്ട് എന്ത് ബന്ധം? LDF കൺവീനർ പറഞ്ഞ ആര്? ഞാൻ ചോദിക്കട്ടെ, 15 ദിവസമായിട്ട് വന്ന് ഒരു ഭരണകക്ഷി MLA ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്, ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയില്ല, എന്റെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് എനിക്ക് നേരെയുള്ള ആരോപണമല്ലേ? ഞാനത് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, എന്റെ ഓഫീസിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ഞാൻ അയാളെ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിച്ചാൽ എനിക്ക് നേരെ.
അപ്പൊ ഈ ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെങ്കിൽ ആൾക്കെതിരെയല്ലേ നടപടിയെടുക്കേണ്ടത്? CPM-ലാണ് നടക്കുന്നത്. 15 ദിവസമായി വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരക്ഷരം ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു? ഒരക്ഷരം നിങ്ങളോട് പറഞ്ഞോ? ഒരക്ഷരം നിങ്ങളോട് പറഞ്ഞോ? ഞാൻ 10 കൊല്ലമായി മാധ്യമപ്രവർത്തകരെ കാണാതിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ ആയി കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത്രയും വലിയ വിവാദം, മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുകയാണ് മുഖ്യമന്ത്രി. മിണ്ടാട്ടമില്ല. നിങ്ങളെ നേരിടാൻ പറ്റില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. നിങ്ങളത് പറയണ്ടേ? ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല, ഒരു കാര്യത്തിന്. അല്ല, ഞാനല്ലല്ലോ നിഷേധിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ. ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽസ് എന്ന് എഴുതി. ഞാൻ ചോദിക്കട്ടെ, ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ഗുരുതരമായ തെറ്റുകളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കണ്ടേ? കറക്റ്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടം അയക്കണ്ടേ? എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്, CPM സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുക അതല്ല ശരി, മാധ്യമങ്ങൾ തെറ്റായി പറയാം. മാധ്യമങ്ങളാണോ തെറ്റായി പറഞ്ഞത്? ഹൈക്കോടതി വിധിയിൽ പകർപ്പിലുള്ളതാണ് ഈ മെമ്മോറാണ്ടം. അതിലാണ് ഈ കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഭക്ഷണം കൊടുക്കാൻ 10 കോടി രൂപ ചെലവായി, മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവായി. അവിടെ ഇതെല്ലാം സത്യസന്ധമായി ചെയ്ത ഡോണേഴ്സ് ഇല്ലേ? ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് 7000 പേർക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുത്തത്. ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അവിടെ സ്ഥലം കൊടുത്തത് HML ആണ് ഈ മൃതശരീരം അടക്കം ചെയ്യാൻ. JCB കൊടുത്ത വേറെ ആളാ. കുഴി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ്. 1 രൂപ സർക്കാരിന് ചെലവായിട്ടില്ല. 1 രൂപ. അവിടെ വീടുകളിലേക്ക് സാധനങ്ങൾ വരെ കൊടുത്തത് ആളുകൾക്ക് കൊടുത്താണ്. അതിന്റെയൊക്കെ കണക്ക് എഴുതി വെച്ചാൽ അതിന്റെ വിശ്വാസ്യത പോകും. ഞാൻ സർക്കാർ പോലും നിഷേധിക്കാത്ത കാര്യം ഞാനെങ്ങനെ നിഷേധിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, വയനാട് ദുരിതാശ്വാസത്തിലുള്ള 100% പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഈ സംസ്ഥാനത്ത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രതിപക്ഷം ഈ നിലപാടെടുത്തത്. തെറ്റുകൾ, കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന 100 കാര്യങ്ങളുണ്ട്. അതല്ല ചെയ്ത്. ദുരിതം അനുഭവിക്കുന്നവർ കരുതണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലടിക്കല്ല, അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അത് കേരളത്തിലൊരു പുതിയ സംസ്കാരത്തിന് ഞങ്ങൾ തുടക്കമിട്ടതാണ്. പക്ഷെ ഗവൺമെന്റ് കുറെ കൂടി ഭംഗിയായി ശ്രദ്ധാപൂർവം ചെയ്യണം. ഇപ്പോ ഈ ആരോ പറഞ്ഞ് എന്താണ്, ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറാണ്ടം കൊടുത്തു. ചില പുഴുക്കുത്തുകളുണ്ട്, അത് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം. മനസ്സിലായില്ലേ? ഇതാരാണ് തയ്യാറാക്കിയത്? എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത്? ഏത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്? യഥാർത്ഥത്തിൽ SDRF റൂൾസ് ഉണ്ട്. SDRF റൂൾസ് അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കണം. പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് SDRF റൂൾസിൽ കുറച്ച് പൈസ കിട്ടുള്ളൂ. അപ്പം നമുക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ധനസഹായം വേണം? എന്തിനാ ഇല്ലാത്ത സാധനമൊക്കെ എഴുതി വെക്കണത്? ഉള്ളത് പറയാമല്ലോ. ഇപ്പോഴുള്ള ആളുകൾക്ക് മുഴുവൻ ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അവർക്ക് സ്ഥലം മേടിക്കണം, നല്ല വീട് വെച്ച് കൊടുക്കണം. ഇനി അവിടെ വീണ്ടും അപകടത്തിൽ കഴിയുന്ന ആളുകളെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യണം. അവർ അപകടത്തിലാണ്. അപ്പൊ 10,000 പേർക്ക് വീട് വെച്ച് കൊടുക്കണം. സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് കഴിയില്ല. റീഹാബിലിറ്റേഷൻ നടത്തണം. വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കേരളത്തിൽ ഇവാക്യുവേഷൻ പ്ലാൻ വേണം. അതിന് സയന്റിഫിക് സ്റ്റഡി നടത്തണം. അതിനൊക്കെ ഓരോ ഹെഡിൽ പൈസ വെച്ചിട്ട് അതല്ലേ കൊടുക്കേണ്ടത്? മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. ഈ സാഹചര്യത്തിൽ പല കുടുംബത്തിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രായമായവർ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ പോരാ. അതിന് പകരം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. അതിന്റെ ഒരു നല്ല ഹെഡ് ഉണ്ടാക്കി എന്ത് ഭംഗിയായിട്ട് ചെയ്യുക. ഞങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായല്ലോ സർക്കാരിന്. അതെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ, ഇത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അല്ല. ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എല്ലാ വർഷവും കിട്ടുന്ന ഇത് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. സ്റ്റേറ്റിന് നൽകുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ആ നഷ്ടത്തിന്റെ ബോധ്യം മനസ്സിലാക്കി, ആ ഏരിയയെ കുറിച്ചുള്ള മനസ്സിലാക്കി, അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഹെഡിലും കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നടത്തിയില്ല. മുഖ്യമന്ത്രിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ അമിതമായി വിശ്വസിക്കുകയാണ്. മനസ്സിലായി? അതാണ് ഈ അപകടം വരുത്തി വയ്ക്കുന്നത്.
ഞങ്ങളത് തെറ്റാണെന്ന് പറയണ്ടേ, അല്ലെ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുമോ? എസ്റ്റിമേറ്റ്, അതായത് മെമ്മോറണ്ടം തയ്യാറാക്കുന്നത് ആദ്യമായിട്ടല്ല. 2018 2019 ഈ ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 2016 അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. അന്ന് തയ്യാറാക്കിയ പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിൽ 100 കോടി രൂപ നഷ്ടപരിഹാരം, കിണർ കുഴിക്കുന്ന വൃത്തിയാക്കി 20,000 രൂപ, വസ്ത്രം വാങ്ങുന്നതിന് 70 ലക്ഷം രൂപ. അത് സ്വാഭാവികമായ ഒരു എസ്റ്റിമേറ്റ്, ഒരു ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ ആദ്യമേ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ എന്താണ് പുതുമ? അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി